ക്ഷേമ പെൻഷൻ നിർദ്ദേശം പിൻവലിക്കണമെന്ന് കെ.എൻ. ബാലഗോപാൽ. പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിൽ വരുത്തിയ പുതിയ മാറ്റങ്ങൾ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് മനുഷ്യരെ കടുത്ത ദുരിതത്തിലേക്ക് തള്ളിവിടുമെന്നും ഈ തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നും മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പെൻഷൻ തുക കൈപ്പറ്റാൻ ഗുണഭോക്താക്കൾ നേരിട്ട് ബാങ്കിലെത്തണമെന്ന നിബന്ധന വലിയൊരു വിഭാഗം ആളുകൾക്ക് തിരിച്ചടിയാകും. ക്ഷേമ പെൻഷൻ അർഹതപ്പെട്ടവർക്കെല്ലാം കിട്ടുന്നുവെന്ന് ഉറപ്പാക്കാൻ നിലവിലുള്ള വിതരണ സംവിധാനം അതേപടി തുടരണമെന്നാണ് കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെടുന്നത്. പാവപ്പെട്ടവരും അവശരുമായ 62 ലക്ഷം ജനങ്ങൾക്ക് സ്വാശ്രയത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ തുക. മരുന്നും മറ്റ് അത്യാവശ്യങ്ങൾക്കും മറ്റാരെയും ആശ്രയിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടാകില്ല. അതില്ലാതാക്കാനാണ് സഹകരണ സംഘങ്ങളെ ഒഴിവാക്കി ബാങ്ക് വഴി പെൻഷൻ നൽകാനുള്ള UDF സർക്കാരിന്റെ പുതിയ തീരുമാനമെന്ന് മുൻ ധനമന്ത്രി പറഞ്ഞു. ക്രമക്കേട് തടയാനാണ് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ എന്ന വാദം സർക്കാർ കേന്ദ്രങ്ങൾ ഉയർത്തുന്നു. ഇത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നുവെന്ന് പറയുന്ന പോലെയാണ്. ഒറ്റപ്പെട്ട ക്രമക്കേടുകൾക്കുള്ള സാധ്യത പോലും തടയാനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഏത് കാര്യത്തിലും രാഷ്ട്രീയം കാണുന്ന മുഖ്യമന്ത്രിയുടെ രീതി അപലപനീയമാണ്. പെൻഷൻ വിതരണത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് LDF ഭരണ നിയന്ത്രണമുള്ള സഹകരണ സംഘങ്ങളെ മാത്രമല്ല, ഒട്ടേറെ UDF സംഘങ്ങളുണ്ട്. ഈ സംഘങ്ങളുടെ അഭിപ്രായം കൂടി ഉത്തരവിറക്കുന്നതിന് മുമ്പ് തേടേണ്ടതായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള സമീപനം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ബാലഗോപാൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്നതിനുള്ള അവസരം സ്വമേധയാ തെരഞ്ഞെടുത്തവരാണ്. ബാക്കിയുള്ളവർക്കെല്ലാം പെൻഷൻ നേരിട്ട് വീട്ടിലെത്തിക്കുന്ന സമ്പ്രദായമാണ് LDF സർക്കാർ നടപ്പിലാക്കിയത്. ഇവരിൽ കിടപ്പ് രോഗികൾക്ക് മാത്രമേ വീട്ടിൽ പെൻഷൻ എത്തിക്കൂവെന്നാണ് സർക്കാർ ഉത്തരവിലൂടെ പറയുന്നത്. ബാങ്കുകളിൽ പോയി തുക കൈപ്പറ്റുന്നതിന് കഴിയാത്തവരായ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ നിഷേധിക്കുന്ന സ്ഥിതിയുണ്ടാകും. ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തവർക്ക് ഇനി ഒരിക്കലും പെൻഷൻ കിട്ടാത്ത സ്ഥിതി ഉണ്ടാകും. പാവപ്പെട്ടവർക്ക് പെൻഷൻ നിഷേധിക്കാൻ ഈ ഉത്തരവ് കാരണമാകും. ക്ഷേമ പെൻഷൻ തന്നെ ദുർബലപ്പെടുത്താനും ഇല്ലാതാക്കാനുമുള്ള ഗൂഢനീക്കമാണ് ആരംഭിച്ചിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നാണ് UDF പ്രകടന പത്രികയിൽ പറഞ്ഞത്. എന്നിട്ടാണ് ഉള്ളതും ഇല്ലാതാക്കുന്നത്. അടിയന്തരമായി പുതിയ ഉത്തരവ് പിൻവലിക്കണം. മുഖ്യമന്ത്രിക്ക് എന്തു പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല. മികച്ച രീതിയിൽ പോകുന്ന ഒരു പെൻഷൻ വിതരണം സമ്പ്രദായമാണ് നശിപ്പിക്കുന്നത്. അത് സംഭവിക്കാൻ പാടില്ല. ഇപ്പോൾ എടുക്കുന്ന നിലപാട് അങ്ങേയറ്റം അപകടകരമാണെന്ന് കെ.എൻ. ബാലഗോപാൽ വിമർശിച്ചു.